നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെമ്മാപ്പള്ളി വടക്കുമുറി തെക്കിനിയടുത്ത ഭുവനേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും എടമുട്ടം പാലപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലും പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ചെമ്മാപ്പള്ളി വടക്കുമുറി തെക്കിനിയടുത്ത ഭുവനേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്നും ഓഫീസിന്റെ വാതിൽ തകർത്തുമാണ് മോഷണം നടന്നത്. ഓഫീസിനകത്തെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും ഭണ്ഡാരത്തിലുണ്ടായിരുന്ന സംഖ്യയും നഷ്ടപ്പെട്ടു. സമീപത്തെ വീട്ടിൽ നിന്നെടുത്ത കമ്പിപ്പാര ഉപയോഗിച്ചാണ് ഭണ്ഡാരവും ഓഫീസ് മുറിയുടെ പൂട്ടും തകർത്തിട്ടുള്ളത്. കമ്പിപ്പാര സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആഴ്ചകൾക്ക് മുൻപ് മണലൂരിലെ വിവിധ ക്ഷേത്രങ്ങളിലും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4-ാം വാർഡിൽ തോട്ടുപുറത്ത് ബാലന്റെ മകൻ 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 2-ന് പനിയും ഛർദിയും വയറുവേദനയും ബാധിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രണവ് ചികിത്സ തേടിയിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് കുറവാകാത്തതിനെ തുടർന്ന് പെരിഞ്ഞനം CHC അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും അവിടുന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലാണ് മരണപ്പെട്ടത്. വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു പ്രണവ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച MCFന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, മെമ്പർമാരായ KR ദാസൻ, PV സെന്തിൽകുമാർ, നികിത രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, P വിനു, ഐഷാബി അബ്ദുൽ ജബ്ബാർ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത എന്നിവർ സംസാരിച്ചു. 2500 സ്ക്വയർ ഫീറ്റിൽ പഞ്ചായത്തിന്റെ അടങ്കൽ തുക 48 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ കെട്ടിടത്തിന്റെ കോൺട്രാക്ടർ ലാലുവിനെ ആദരിച്ചു. നമ്മുടെ തൃപ്പയാർ സെന്ററിൽ നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ഇതിന്റെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റ് ചില പ്രദേശങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തണം എന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശം. അത് പ്രകാരം നമ്മുടെ എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് നമ്മുടെ മണപ്പുറം പ്രദേശം എന്ന് പറയുമ്പോൾ കടൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. ഏതു സമയത്തും നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി TV-യിലും അതുപോലെ പത്രങ്ങളിലും വലിയ ന്യൂസാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തോടെ വന്നു വരുന്ന ഇത്ര പേരെ പാകിസ്ഥാൻ ഇന്ത്യ പോയി കൊന്നിരിക്കുന്നു. അത്ര തന്നെ പേരെ പാകിസ്ഥാൻ നമ്മുടെ മേഖലയിൽ വന്ന്, ഇന്ത്യയിൽ വന്ന് അപകടകരമായ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വലപ്പാട് ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് യുദ്ധ സമാന സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് മോക്ക് ഡ്രില്ലും ബോധവൽക്കരണ ക്ലാസും നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാജിയുടെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ചന്ദ്രൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണരാജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റോബിൻസ്, ബൈജു, കിഷോർ, അമൃതേഷ്, മുകുന്ദൻ, ഹോംഗാർഡുമാരായ കൃഷ്ണൻ, ഗോപി, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ ഷിഹാബ്, വിമല, ഷമീർ, രാധിക, രാജു എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം കുറ്റിലകടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TM നാസർ, CS രവീന്ദ്രൻ, CC ബാബുരാജ്, PMA ജബ്ബാർ, സജയ് വയനപ്പിള്ളി, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, PF അഫ്സൽ, PA നജ്മുദ്ദീൻ, TS ശശി, സുരേഷ് കൊച്ചുവീട്ടിൽ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, VS ജിനേഷ് എന്നിവർ സംസാരിച്ചു.
തൃപ്രയാറിൽ ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. തൃപ്രയാർ പാലത്തിനു സമീപം വ്യാഴാഴ്ച രാവിലെ 9-നാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശി പുതിയ വീട്ടിൽ ഇംതിയാസ് മകൻ ഹസ്ബീർ, ചേർപ്പ് ഊരകം സ്വദേശി ഉണ്ണിയമ്പുറത്ത് ഭാസ്കരൻ മകൻ ബിബിൻ എന്നിവരെ തൃപ്രയാർ ആർട്സ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Puram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വടരപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയും പ്രതിഷ്ഠാദിനവും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകങ്ങൾ എന്നിവ നടത്തി. ശിവേലി എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടക്കേക്കാരമുക്ക് സെയിന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ജോസഫ് നാമധാരികളെ ആദരിച്ചു. തുടർന്ന് ജപമാല, ആരാധന, ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി, സന്ദേശം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത സഹായ മെത്രാൻ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു.
ശനിയാഴ്ച വൈകിട്ട് 5:30 ജപമാല, ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന, കൂടുതുറക്കൽ, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച വിതരണം എന്നിവ നടത്തും. ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 7 മണിക്ക് ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 10 മണിക്ക് കുരിശുപള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനമായ മെയ് 11 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന നടത്തും. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ ഇൻഡോ പയ്യപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7 മണിക്ക് സെയിന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നും ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10 മണിക്ക് കുരിശുപള്ളിയിൽ സമാപിക്കും. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് SFI ചേർപ്പ് ഏരിയ തല ഉദ്ഘാടനം നടത്തി. താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു. കിഴിപ്പള്ളിക്കര നളന്ദ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് ഉദ്ഘാടനം ചെയ്തു. VS മുഹമ്മദ് റൌഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് അഭിനവ്, ഏരിയ സെക്രട്ടറി അനന്തു MP, ഏരിയ ജോയിന്റ് സെക്രട്ടറിമാരായ മാളവിക ദിലീപ്, അശ്വൻ PS, ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യ CS, ഏരിയ കമ്മിറ്റി അംഗം അഞ്ജലി NS എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അത്ലറ്റിക്സ്, ഫുട്ബോൾ, സ്കിപ്പിംഗ് എന്നിവ നടന്നു. ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI. ആ SFI ഇന്ന് പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്ന് SFI അടിയന്തരമായി ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന മയക്കുമരുന്ന്, മദ്യമാഫിയ രംഗം ഇടപെടലാണ്. ഇത്തരം ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തൊട്ടാകെ തന്നെ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപനത്തിനെതിരെ ഏതൊരു സംഘടനയും, ഏതൊരു രാഷ്ട്രീയ കക്ഷികളും, യുവജന സംഘടനയൊക്കെ തന്നെ ഒന്നിച്ച് കൈകോർക്കേണ്ട ആവശ്യകത ഇന്ന് നമ്മുടെ രാജ്യത്ത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവിടുത്തെ SFI ലോക്കൽ കമ്മിറ്റി ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വർഗീയതയ്ക്കും ഭീകരവാദത്തിനുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 11 മുതൽ 13 വരെ നടത്തുന്ന ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി സ്വീകരണം നൽകും. തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, TR ശശികല, സ്മിത സുരേഷ് ബാബു, MP ഭാസ്കരൻ, VR ഷിജിത്ത്, ഓമന മധുസൂദനൻ, PB നിലേഷ്, PK പ്രേംരാജ്, ബീന ഷെല്ലി, RA ഷൗക്കത്ത് അലി, റീന പ്രദീപ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി രക്ഷാധികാരി ശാന്തി ബാസി, ചെയർമാൻ സുരേഷ് മഠത്തിൽ, കൺവീനർ വത്സല വിനോദൻ, ട്രഷറർ ഷക്കീല ഉസ്മാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ പട്ടികജാതിക്കാർക്ക് 16 സീറ്റുകളുണ്ടായിരുന്നത് 5 സീറ്റുകളായി വെട്ടിക്കുറച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ PKS നാട്ടിക ഏരിയ കമ്മിറ്റി പ്രതിഷേധ ഒപ്പ് ശേഖരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. KK അനിൽകുമാർ, VA ഷാജുദ്ദീൻ, സുരേഷ് മഠത്തിൽ, ശ്രീകല ദേവാനന്ദ്, VK മധു, സേതു, TN ഉദയകുമാർ, CM നിസാർ, MP ഭാസ്കരൻ, ഷിജിത്ത് വടക്കുംചേരി, KC സുധ, പ്രമീള ബൈജു, ശ്രീകല ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ആകെ 42,721 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. വൈകിട്ട് 3-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയാണ് 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. SSLC പരീക്ഷാ ഫലത്തോടൊപ്പം THSLC, AHSLC ഫലങ്ങളും പ്രഖ്യാപിക്കും.
കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. പ്രദേശവാസികളുടെ വിവിധ നൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി. NCP ശരത്ചന്ദ്ര പവാർ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി CL ജോയിയെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് K. തോമസ് MLA നിയമിച്ചു. നിലവിൽ പാർട്ടിയുടെ സീനിയർ ജില്ലാ വൈസ് പ്രസിഡന്റായ ജോയി 5 തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 23 വർഷക്കാലമായി താന്യം പഞ്ചായത്ത് ഭരണസമിതി അംഗമായി തുടരുകയാണ്. അവിഭക്ത കോൺഗ്രസ് പാർട്ടിയിൽ KSUവിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച ജോയ് പിളർപ്പിന് ശേഷം KSU ജില്ലാ വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, NCP ചെയർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. താന്യം പഞ്ചായത്ത് തണൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ്, അന്തികട ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘം സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. നെല്ല്, വാഴ കർഷകൻ കൂടിയാണ് CL ജോയ്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. സപ്താഹയജ്ഞത്തിന്റെ 6ാം ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥ നമസ്കാരം. തുടർന്ന് കഴിമ്പ്രം കാരയിൽ തണ്ണീർക്കോട്ടത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും വിവിധ താലമേളങ്ങളോടുകൂടി രുക്മിണി സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ടു. എടമുട്ടം SNS സമാജം ക്ഷേത്രത്തിൽ ഉച്ചയോടുകൂടി എത്തിച്ചേർന്നു.
തുടർന്ന് സപ്താഹ പന്തലിൽ വെച്ച് രുക്മിണി സ്വയംവരം നടന്നു. തുടർന്ന് ആചാര്യ പ്രഭാഷണം, സ്വയംവര സദ്യ, ഭാഗവത പാരായണം, വൈകിട്ട് സർവൈശ്വര്യ പൂജ, ദീപാരാധന, രാത്രി പ്രഭാഷണം എന്നിവ നടന്നു. സപ്താഹ ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ തിരുവിഴ പുരുഷോത്തമൻ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി, വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, പ്രദീപ് തോട്ടുപുര, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, സുമേഷ് എരണേഴത്ത്, സപ്താഹ കമ്മിറ്റി ചെയർമാൻ ജിതിൻ ചോലയിൽ, കൺവീനർ ധർമ്മദേവൻ പാണപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ രുക്മിണി ദേവി അറിഞ്ഞിട്ടില്ല ഈ വിവാഹത്തെക്കുറിച്ച്. അങ്ങനെ രുക്മിണി ദേവി അറിയാത്ത വിവാഹം. ഉടനെ തന്നെ രുക്മിണി തീരുമാനിച്ചു, ഇത് ആരെ അറിയിക്കണം? നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. കല്യാണം ഉറപ്പിക്കും, അപ്പോൾ വേറെ ആരെങ്കിലും ഒരു അഫയർ ഉണ്ടാവും, അപ്പോൾ കല്യാണം ആ ചെറുക്കനെ അറിയിച്ചിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗം സ്വീകരിച്ച് രണ്ടുപേരും കൂടി വീട്ടുകാർ പോലും അറിയാതെ പോകും. അത് ഉറപ്പാണ്. എന്നെ പോലെ തന്നെ ഉണ്ടോ ഭാഗവതം പറയുന്നുണ്ട്, ആ ഒരു ബ്രാഹ്മണൻ്റെ അടുക്കൽ ഒരു സന്ദേശം എഴുതി രുക്മിണി ദേവി കൊടുത്തു എന്നാണ്. ആ രുക്മിണി ദേവിയുടെ സന്ദേശപത്രവുമായി ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ദ്വാരകാപുരിയില്. ആ ദ്വാരകാപുരിയിലെ ഭഗവാൻ എങ്ങനെ തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹവനം, അഭിഷേകം, പഞ്ചഗവ്യം, കളഭം എന്നീ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ കെ, ട്രഷറർ EC പ്രദീപ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EG സോമൻ, V ശശിധരൻ, രമേശ് മാരാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടമട്ടം ശ്രീ പാലപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനം, ഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശപൂജ, വിശേഷാൽ പൂജകൾ, പൊങ്കാല സമർപ്പണം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴ പൂജ എന്നിവ നടന്നു. ശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി. ചടങ്ങുകൾക്ക് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC, ട്രസ്റ്റി മെമ്പർമാരായ ശ്യാമളാദേവി കിഴക്കേടത്ത്, ബാലൻ നായർ പാനാട്ടിൽ, പ്രകാശൻ കിഴക്കേപുരയ്ക്കൽ, മനോജ് കൂടക്കര എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ പദ്ധതികളായ PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവ കേരളത്തിൽ നടപ്പിലാക്കാത്ത LDF ദുർഭരണത്തിനെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BJP തൃശൂർ ജില്ലാ സെക്രട്ടറി P ഹരീഷ് മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. വികസിത കേരളമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. ആ വികസിത കേരളം നടപ്പിലാവണമെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാരണന്മാരൊക്കെ നമ്മളോട് പറയാറുണ്ട്,
ഒരു കുടുംബം നന്നാവണമെങ്കിൽ ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളും നന്നാവണം. ഓരോ വ്യക്തികൾ നന്നായാലാണ് ആ കുടുംബം നന്നാവുക. കുടുംബം നന്നായാൽ ആ സമൂഹം നന്നാവും. സമൂഹം നന്നായാലാണ് നമ്മുടെ ഒരു രാജ്യം നന്നാവുക. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കിട്ടാവുന്ന രീതിയിലുള്ള, അത് ഒരു ഗർഭസ്ഥ ശിശു മുതൽ വയസ്സായിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് വരെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും. BJP വലപ്പാട് പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, മണ്ഡലം സെക്രട്ടറിയും 2ാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ, BJP വലപ്പാട് ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ, ശോഭന ഷൺമുഖൻ, UR പ്രദീപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തികേയൻ ചക്കാമടത്തിൽ, രാജേഷ് ഒറ്റാലി, മധു കുന്നത്ത്, പവിത്രൻ വാലിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നടത്തുന്ന ഏരിയതല കാൽനട പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംഘാടക സമിതിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും മഹിളാ അസോസിയേഷൻ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുമായിരുന്നു സ്വീകരണം. താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈനി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ TR മീര, വൈസ് ക്യാപ്റ്റൻ TB മായ, മാനേജർ PG വനജകുമാരി, വില്ലേജ് സെക്രട്ടറി PK സീനത്ത്, AB സുധ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതിയിലേക്ക് വേണ്ടി ജാഥയെ വില്ലേജ് അതിർത്തിയായ കരുവാങ്കുളത്ത് വെച്ച് സംഘാടക സമിതി ചെയർമാൻ TV മദനമോഹനൻ മാലയിട്ട് സ്വീകരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MV മുകേഷ്, KR പ്രജിത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രതി സുരേന്ദ്രൻ, PR സുരേന്ദ്രനാഥ്, KA ബാബു, PB അനിൽ, അനന്തു K ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാലിക പ്രസക്തിയുള്ള, ഇന്ന് സമൂഹമേറെ ചർച്ച ചെയ്യുന്ന 2 മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 3 ദിവസമായി മഹിളാ അസോസിയേഷൻ്റെ കാൽനട ജാഥ ജനങ്ങളുമായി സംവദിക്കുന്നതിന് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഥയിൽ 13 വില്ലേജ് കമ്മിറ്റികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സഖാക്കളാണ് സ്ഥിരാംഗങ്ങളായി ഈ 3 ദിവസക്കാലം ജാഥയിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഈ കത്തുന്ന ഒരു വെയിലത്തും അതിനെല്ലാം മറികടന്നുകൊണ്ട് ആവേശോജ്വലമായിട്ടുള്ള ജാഥ സ്വീകരണത്തിലൂടെയാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നത്. AIKS നാട്ടിക വനിതാ കർഷക സമിതിയുടെ മണ്ഡലം കൺവെൻഷൻ നടന്നു. AIKS ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സീന കണ്ണൻ അധ്യക്ഷനായി. AIKS വനിതാ കർഷക സമിതി ജില്ലാ സെക്രട്ടറി ഗീതാ ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം പഞ്ചായത്തിലെ നല്ല കർഷകയായ ഓമന വേണുഗോപാൽ, ജില്ലാ മാമ്പഴമേളയിൽ 2ാം സ്ഥാനം നേടിയ വലപ്പാട് പഞ്ചായത്തിലെ ഡോളി റിനോ, അന്തിക്കാട്ടെ നെൽകർഷക പ്രിയങ്ക, സംയുക്ത കർഷക മേരി ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. AIKS മണ്ഡലം സെക്രട്ടറി മോഹൻദാസ്, AIKS വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട്, അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി പ്രദീപ്, AIKS അന്തിക്കാട് സെക്രട്ടറി ജയപ്രകാശ്, സനിത, CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട എന്നിവർ സംസാരിച്ചു. വാണിജ്യം. MTEL ഗ്രൂപ്പിന്റെ 7ാമത് ഷോറൂം വടനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര മൊബൈൽ ഫോൺ ബ്രാൻഡുകളായ ഐഫോൺ, ഓപ്പോ, വിവോ, OnePlus, സാംസങ്, റിയൽമി, നോക്കിയ, ഷവോമി, മോട്ടറോള, നത്തിങ്, പിക്സൽ എന്നിവയുടെ ഏറ്റവും പുതിയ മോഡലുകളുടെ വിൽപ്പനയും വിൽപ്പനാനന്തര സേവനവും ഇവിടെ ലഭിക്കും.
കൂടാതെ മൊബൈൽ ഫോണുകൾ ഉപഭോക്താക്കളുടെ കൺമുന്നിൽ വെച്ച് തന്നെ സർവീസ് ചെയ്ത് നൽകുന്നു. പൊട്ടിയതും ഉപയോഗശൂന്യവുമായ മൊബൈൽ ഫോണുകൾ 5G സ്മാർട്ട് ഫോണുമായി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങളും എംടെൽ മൊബൈൽസിന്റെ വാടനപ്പള്ളി ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എംടെലിൻ്റെ 7ാമത്തെ ഷോറൂം നമ്മുടെ വാടാനപ്പള്ളിയിൽ സെൻറ്ററിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല കച്ചവടം ഈ സ്ഥാപനത്തിന് ലഭിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ലാപ്ടോപ്പുകളും സ്മാർട്ട് ടിവികളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രത്യേക വിലക്കുറവിൽ ഇവിടെ ലഭിക്കും. തവണകളായി പണമടച്ച് മൊബൈൽ ഫോൺ സ്വന്തമാക്കാനുള്ള അവസരവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫോൺ നമ്പർ 95 62 56 99 91. അതുമായി ബന്ധപ്പെട്ടിട്ട് വാടാനപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള വിലക്കുറവും ഓഫറുകളാണ് എംടെൽ മൊബൈൽസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓഫറുകൾ സ്വന്തമാക്കാനായിട്ട് എല്ലാവരെയും ഞങ്ങൾ എംടെൽ മൊബൈൽസിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഓഫർ ഈ വാടാനപ്പള്ളിയിലെ മൊബൈലിൻ്റെ മാർക്കറ്റിൽ ഒരു വ്യത്യസ്തമായിരിക്കും അങ്ങനെ പറയുന്നത്. അതുമാത്രമല്ല എംടെൽ മൊബൈൽസ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെമ്മാപ്പള്ളി വടക്കുമുറി തെക്കിനിയടുത്ത് ഭുവനേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന കോളേജ് വിദ്യാർത്ഥി മരിച്ചു. തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലും എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലും പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.